ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ്സിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മോട്ടിവേഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ്. അന്ന് ഇനീഷ്യൽ ക്ലാസ്സിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ സമയം നമ്മൾ ചിലവഴിച്ചത് ഈ പറഞ്ഞ മോട്ടിവേഷനിലെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതിൽ പഠിക്കാനുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മോട്ടിവേഷൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഡെഫിനിഷൻ അത്ര വലുതായിട്ട് അതിലങ്ങനെ കൊടുക്കുന്നില്ല, വളരെ ജനറലായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൻ്റെ നേച്ചർ എങ്ങനെയാണ്, മോട്ടിവേഷൻ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറയാനുണ്ട്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പറയുന്നുണ്ട്. അതായത് പലതരത്തിലാണ് നമുക്ക് മോട്ടിവേഷൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് തിയറീസ് ഓഫ് മോട്ടിവേഷൻ എന്നുള്ള ആ ഒരു പോർഷനിൽ നിന്നാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഏരിയയാണ്. തിയറീസ് ഓഫ് മോട്ടിവേഷൻ എന്ന് പല രീതിയിൽ പല സെക്ഷൻസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഇനീഷ്യൽ കാര്യം എന്ന് വെച്ചാൽ മോട്ടിവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വാക്ക് എവിടെ നിന്നാണെന്ന് പറഞ്ഞാൽ അത് ലാറ്റിൻ ഒറിജിനാണ്. മൂവരെ എന്ന് പറഞ്ഞൊരു വാക്കിൽ നിന്നാണ് ഈ ഒരു വാക്കുണ്ടാവുന്നത്. മൂവരെ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ടു മൂവ് എന്നുള്ളതാണ്. അതായത് നമ്മളെ ജീവിതത്തിന് മുന്നോട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഏതൊരു കാര്യത്തിനെയും നമുക്ക് മോട്ടിവേഷൻ എന്നാണ് പറയുക. മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതും. അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് നമ്മളെ സംബന്ധിച്ച്. കാരണം മോട്ടിവേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ടുള്ളൊരു പ്രേരണ പോലും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ വാക്കിനും അതേ അർത്ഥം തന്നെയാണുള്ളത്. നമ്മൾ മുന്നോട്ട് നീക്കിക്കൊണ്ട് പോകുന്ന അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കുന്ന ഏതൊരു കാര്യത്തിനെയും മോട്ടിവേഷൻ എന്ന് പറയാൻ പറ്റും. മോട്ടിവേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ പറയുന്നുണ്ട്. അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അന്ന് ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഒന്നാമത്തെ ഒരു കാര്യം, നമുക്ക് മുന്നോട്ട് നീങ്ങി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടാവണം. ആ ഗോൾ ഉണ്ടായെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഈ പറഞ്ഞതുപോലെ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മോട്ടിവേഷനാണ് നമ്മൾ ആ ഗോളിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഗോൾസാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോട്ടിവേഷൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗോൾസ് ഉണ്ടാകണം. ആ ഗോൾസ് എന്ന് പറഞ്ഞാൽ പല രീതിയിലാകാം. ഇപ്പോൾ എനിക്ക് വിശപ്പ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ള മോട്ടിവേഷൻ എനിക്ക് ഉണ്ടാകുന്ന അപ്പോഴാണ്. വിശപ്പ് വരും അല്ലെങ്കിൽ വിശപ്പ് നിർത്തണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പല ആവശ്യങ്ങളും നമുക്കുണ്ടാകും. ആ നീഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നീഡ്സിനെ കുറിച്ച് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഗോൾ ഓറിയൻറ്റഡ് ആണ് മോട്ടിവേഷൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേർണലായിട്ടുമുള്ള ഇൻഫ്ലുവൻസുകൾ ഉണ്ടാകാം. അതായത് ഞാനിപ്പോൾ പറഞ്ഞ ഉദാഹരണം എന്ന് പറഞ്ഞു, ഇപ്പോൾ വിശപ്പ് എന്ന് പറയുന്നത് ഇൻറ്റേർണലി ഉള്ളതാണ്, ഉള്ളിൽ നിന്ന് നമുക്ക് തോന്നുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ പുറമേ ഉള്ളതും ആകാം. അതായത് സൊസൈറ്റിയിലൊരു നല്ല പേരുണ്ടാവണം, ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവാം. ഈ പറഞ്ഞ പോലെ ആൾക്കാരും മോശം പറയരുത് അല്ലെങ്കിൽ കുറ്റം പറയരുത് എന്നൊക്കെ നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സ്റ്റേർണൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസുകളാണ്. അങ്ങനെയും ഉണ്ടാകാം. അതുപോലെ തന്നെ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫാക്ടർ മാത്രമുള്ളൊരു കാര്യമാണ് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഫിസിയോളജിക്കലായിട്ടുള്ള, സൈക്കോളജിക്കലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ എല്ലാ ഫാക്ടേഴ്സിൻ്റെ ഒരു ആകത്തുകയാണ് നമ്മൾ ഈ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ മോട്ടിവേഷന് എലമെൻറ്റ്സ് എന്ന് പറയുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ നീഡ്. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഞാൻ അവിടെ വീണ്ടും പറയുന്നത് അത് ഈ ഏരിയയിലാണ്. നമുക്ക് എപ്പോഴും ഒരു നീഡ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ നീഡ് ഉണ്ടാകുമ്പോഴാണ് ഒരു ഗോൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻറ്റ് ഓഫ് മോട്ടിവേഷനാണ് നീഡ്സ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള നീഡ്സ് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടാകും. ആ നീഡ് ഉണ്ടാകുമ്പോഴാണ് രണ്ടാമത്തെ എലമെൻറ്റ് ഓഫ് മോട്ടിവേഷനായ ഡ്രൈവ് ഉണ്ടാകുന്നത്. അതായത് ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മളെ ബിഹേവിയറിനെ മോട്ടിവേറ്റ് ചെയ്യുക, നമ്മൾ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയി ആ ഗോളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ആ നീഡിൻ്റെ സാറ്റിസ്ഫാക്ഷനിൽ കൊണ്ടെത്തിക്കുക. ഒരു ഇൻറ്റേർണൽ സ്റ്റേറ്റ് ഓഫ് എറൗസൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ഉണർത്തി ഉത്തേജിപ്പിച്ച് ആ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പം അത് നമുക്കൊരു റിവാർഡ് തരുന്നുണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടാവും. അതിന് നമ്മൾ പറയുന്ന പേര് ഇൻസെൻറ്റീവ് എന്നാണ് പറയുക. ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള റിവാർഡ്സുകളോ അല്ലെങ്കിൽ നമ്മളെ എൻകറേജ് ചെയ്യുന്ന, നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനെല്ലാം തന്നെ നമ്മൾ ഇൻസെൻറ്റീവ്സ് എന്നാണ് പ്രധാനമായിട്ട് പറയുക. നമുക്കൊരു ഫീലിംഗ് ഓഫ് അക്കംപ്ലിഷ്മെൻ്റ് ഒക്കെ തോന്നും, ഒരു അച്ചീവ്മെൻറ്റ് ഒക്കെ തോന്നും. ആ ഒരു കാര്യമാണ് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞതുപോലെ വിശപ്പുണ്ട്, ഭക്ഷണം കഴിക്കുന്നു,
കഴിക്കുന്നു എന്ന് ഉള്ളതാണ് അവിടുത്തെ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ. നല്ല ഭക്ഷണം കിട്ടുക, അതൊരു കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ളൊരു ഇൻസെൻറ്റീവായി. ആ രീതിയിലാണ് ഇൻസെൻറ്റീവ് പറയുന്നത്. ഇല്ലെങ്കിൽ ഒരു കുട്ടി ഈ പറഞ്ഞ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടി നല്ല രീതിയിൽ പഠിച്ചൊരു സ്കോളർഷിപ്പ് വാങ്ങുന്നു. ആ സ്കോളർഷിപ്പാണ് ആ കുട്ടിയെ സംബന്ധിച്ച് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് അങ്ങനെയുള്ള ഇൻസെൻറ്റീവുകൾ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മളെ ബിഹേവിയർ മോട്ടിവേറ്റഡ് ആകുന്നത്. ഓക്കെ, ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടുള്ള എലമെൻറ്റ്സ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതായത് നീഡ് ഉണ്ടാവണം, ഡ്രൈവ് ഉണ്ടാവണം, ഇൻസെൻറ്റീവ്സ് ഉണ്ടാകണം. ഓക്കെ, ഇനി ഈ മോട്ടീവ്സും മോട്ടിവേഷനും നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയൊക്കെ പറയാറുണ്ട്. അതിൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ജനറലായിട്ടുള്ളൊരു പ്രോസസ്സാണ്, കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതിൽ ഓരോ നീഡ് ഒരു പെർട്ടിക്കുലർ ആക്ഷനിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മോട്ടീവ് എന്നാണ് പറയുക. അത്തരത്തിൽ ഒരുപാട് മോട്ടീവ്സുകൾ നമുക്കുണ്ട്. അതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മോട്ടീവ്സ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് വളരെ ഭംഗിക്ക് ഒരു ഗ്രാഫ് വെച്ചിട്ട് തന്നെ അത് പറയുന്നുണ്ട്, ഒരു ഫ്ലോ ചാർട്ട് വെച്ചിട്ട് അത് പറയുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ മോട്ടീവ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് രണ്ട് രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ വരിക. ഒന്നെന്ന് പറഞ്ഞാൽ നേച്ചറിൻ്റെ ബേസിസിൽ, അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിൻ്റെ അല്ലെങ്കിൽ മോട്ടീവിൻ്റെ പ്രകൃതി അനുസരിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണോ, അതിൻ്റെ ഉറവിടം എവിടെയാണ് എന്നുള്ളതിൻ്റെ ബേസിസിൽ, ഈ രണ്ടിൻ്റെയും ബേസിസിലാണ് പ്രധാനമായിട്ട് നമുക്ക് മോട്ടീവ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. നേച്ചറിൻ്റെ ബേസിസിലും സോഴ്സിൻ്റെ ബേസിസിലും. അതിൽ നേച്ചറിൻ്റെ ബേസിസിൽ പ്രധാനമായിട്ട് 3 തരത്തിലാണ് നമുക്ക് നേച്ചർ ബേസിസിൽ മോട്ടീവ്സ് ഉണ്ടാവുക. ഒന്നെന്ന് പറഞ്ഞാൽ ബയോജെനിക് എന്നാണ് പറയുന്നത്. അതിൻ്റെ പേര് തന്നെ അതിൽ പറയുന്നുണ്ട്. ബയോളജിക്കലായിട്ടുള്ള അഥവാ ഫിസിയോളജിക്കലായിട്ടുള്ള, അതിപ്പോൾ വിശപ്പാകാം, ദാഹമാകാം. പിന്നെ സൈക്കോളജിയെ സംബന്ധിച്ച് ഈ പറഞ്ഞ ബേസിക് നീഡ്സിൽ നമ്മൾ പറയുന്ന മറ്റൊരു നീഡാണ് സെക്ഷൽ നീഡെന്ന് പറയുന്നത്. ഒരാൾക്ക് അത് അത്യന്താപേക്ഷിതമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു സ്പീഷീസിന്, ഒരു വംശത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സെക്ഷൽ നീഡ്. ഇല്ലാന്നുണ്ടെങ്കിൽ വംശനാശം ഉണ്ടാകും. അപ്പോൾ ആ വംശത്തിൻ്റെ സർവൈവലിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ സെക്ഷൽ നീഡ്സും സെക്ഷൽ ഡ്രൈവും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊക്കെയാണ് പൊതുവെ പറയുന്ന നീഡ്സ്. അപ്പം അങ്ങനത്തെ ബയോജെനിക് ആയിട്ടുള്ള മോട്ടീവ്സ് നമുക്കുണ്ടാകും. അതുപോലെ തന്നെ സൈക്കോജെനിക് ആയിട്ടുള്ള മോട്ടീവ്സ് നമുക്കുണ്ടാകും. ഈ പറഞ്ഞ സൈക്കോളജിക്കലായിട്ടുള്ള മോട്ടീവ്സ്, അതിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു സൊസൈറ്റിയിൽ നല്ലൊരു പേരെടുക്കണം, അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാകണം, അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ് കുറേ ഉണ്ടാകണം, അല്ലെങ്കിൽ എൻ്റെ തന്നെ എൻ്റെ പൂർണ്ണതയിൽ എനിക്ക് എത്താൻ പറ്റണം, എനിക്ക് അത്തരത്തിലുള്ളൊരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകണം, ഇങ്ങനെയൊക്കെ ഉള്ളൊരു മോട്ടീവ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഈ പറഞ്ഞ സൈക്കോജെനിക് മോട്ടീവ്സ് ആയിട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ അതിൽ ഈ പറഞ്ഞ എൻ്റെ ഉന്നതിയിലേക്ക്, എൻ്റെ മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് എത്താൻ പറ്റുന്നതിന് നമ്മളൊരു ടെക്നിക്കൽ പേര് പറയും. അതിന് നമ്മൾ പറയുന്ന പേര് സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ളൊരു പേരാണ് പറയുക. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. പ്രത്യേകിച്ച് മോട്ടിവേഷൻ പറയുമ്പോൾ, അതിൻ്റെ തിയറി പറയുമ്പം സെൽഫ് ആക്ച്വലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നൊരു കാര്യമാണ്. അതായത് എൻ്റെ മാക്സിമം ആയിട്ടുള്ള ലെവലിലേക്ക് എനിക്ക് എത്താൻ സാധിക്കുക, അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് സൈക്കോജനിക് ആയിട്ടുള്ള മോട്ടീവ്സ്. പിന്നുള്ളത് സോഷ്യോജനിക് ആയിട്ടുള്ള മോട്ടീവ്സ് ഉണ്ട്. സൊസൈറ്റിയിൽ ജീവിക്കുമ്പം ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ നല്ല റിലേഷൻഷിപ്സ് ഉണ്ടാകുക. അതിലൊരു സൈക്കോജനിക് കണ്ടൻറ്റും വരുന്നുണ്ട് കേട്ടോ, നല്ല റിലേഷൻഷിപ്സ് ഉണ്ടാകുക എന്നുള്ളത്. അതുമാത്രമല്ല സൊസൈറ്റിയിലൊരു അക്സെപ്റ്റൻസ് കിട്ടുക, എനിക്കൊരു ഉന്നതി അല്ലെങ്കിൽ ഒരു പൊസിഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ പാലിച്ചു പോകുന്ന കുറേ പ്രാക്ടീസസുകൾ ഉണ്ടാവും, കൾച്ചറലായിട്ടുള്ള സോഷ്യലായിട്ടുള്ള പ്രാക്ടീസസ് ഉണ്ടാവും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ എനിക്കുണ്ടാവുക. അതെല്ലാം ഈ പറഞ്ഞ സോഷ്യോജെനിക് മോട്ടീവ്സിൻ്റെ അകത്താണ് വരുന്നത്. ഇത് പ്രധാനമായിട്ടും നേച്ചറിൻ്റെ ബേസിസിൽ, അതായത് സൈക്കോളജിക്കലാണോ ബയോളജിക്കലാണോ സോഷ്യലാണോ എന്നുള്ള നേച്ചറിൻ്റെ ബേസിസിലുള്ള മോട്ടീവ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഇതല്ലാതെ സോഴ്സിൻ്റെ ബേസിസിലും വരുമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇനീഷ്യൽ ക്ലാസ്സിൽ നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യം കൂടെയാണ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിൽ നിന്നും ഉണ്ടാകാം, അല്ലെങ്കിൽ പുറത്തുള്ള എന്തെങ്കിലും കാര്യമായിട്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാകാം. അതിന് നമ്മൾ ഇൻട്രിൻസിക് മോട്ടീവ്സും എക്സ്ട്രിൻസിക് മോട്ടീവ്സും എന്നാണ് പറയുക. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിൽ നിന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഇപ്പം നിങ്ങൾ ഈ പേപ്പർ പഠിക്കുന്നുണ്ട്, അപ്പോൾ ചില ആൾക്കാർക്ക് ഈ പേപ്പർ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ്, സൈക്കോളജി എന്താണെന്ന് മനസ്സിലാക്കണം, അറിവ് നേടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അറിവ് നേടാൻ എന്നുള്ളതാണ് മോട്ടിവേഷൻ എന്നുണ്ടെങ്കിൽ അത് ഇൻട്രിൻസിക് ഒരു മോട്ടിവേഷനാണ്, നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ഒരു മോട്ടിവേഷൻ ഉണ്ടാവുകയാണ്. ഇല്ല ഈ പറഞ്ഞതുപോലെ
പോലെ ഈ ഒരു പേപ്പർ പഠിച്ച് സൈക്കോളജിയിൽ ഒരു സർട്ടിഫിക്കറ്റ് എനിക്കുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ജോലിയിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടും, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ സൊസൈറ്റിയിലുള്ള വേറൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രിൻസിക് ആയിട്ടുള്ളൊരു മോട്ടിവേഷനാണ്. പുറത്തുള്ള എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഹോബി ആയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻട്രൻസിക് ആയിട്ടുള്ളതാണ്, ഇൻറ്റേർണൽ മോട്ടിവേഷനാണ് അതിനുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അങ്ങനെയല്ല, ഈ പറഞ്ഞതുപോലെ പൈസയ്ക്ക് വേണ്ടി, പൊസിഷന് വേണ്ടി, സോഷ്യൽ അപ്രൂവലിന് വേണ്ടി, റെക്കഗ്നിഷന് വേണ്ടി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്നാണ് പറയുന്നത്. അത്തരത്തിൽ സോഴ്സിൻ്റെ ബേസിസിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. അതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് കൂടാതെ ഞാൻ ഇനീഷ്യൽ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ മോട്ടിവേഷൻ്റെ ഇതിൽ ഫിസിയോളജിക്കലായിട്ടുള്ള കുറച്ച് ആസ്പെക്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് നമുക്കൊരു നീഡ് ഉണ്ടാകുന്നു, നമ്മളത് മോട്ടിവേറ്റഡായ ഒരു ഡ്രൈവിലൂടെ ഇൻസെൻറ്റീവിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളൊരു പ്രോസസ്സിൽ നമ്മളുടെ ബോഡിയിൽ ചില കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ബ്രെയിനിൽ കുറച്ച് പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്, അവരെക്കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹോർമോൺസുകൾ ചിലതുണ്ട്, ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഈ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ബോഡിയിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ കുറിച്ച് വളരെ ബ്രീഫായിട്ടെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ബ്രെയിനിലുള്ള ഏതൊക്കെ സ്ട്രക്ചേഴ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുന്നേ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡി എപ്പോഴും ഒരു ബാലൻസിൽ പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ആ ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ ആ ബാലൻസിലോട്ട് തിരിച്ചെത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. അതായത് ഇപ്പം നമ്മളെ ബോഡിയിലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞു, അപ്പം നമുക്ക് ദാഹം ഉണ്ടാവും. ആ ദാഹം ഉണ്ടാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് അത് ഡ്രൈവ് ചെയ്യും നമ്മൾ ഇൻസെൻറ്റീവിലോട്ട്, അതായത് വെള്ളം കിട്ടുക എന്നുള്ളതാണ്. വെള്ളം കുടിക്കുമ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞ് നേരത്തെ ഡിപ്ലീറ്റഡ് ആയിട്ടുള്ള ബോഡിയിൽ അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞത് തിരിച്ച് ബാലൻസ്ഡ് ആയിട്ടുള്ള വെള്ളത്തിൻ്റെ ലെവലിലേക്ക് നമ്മളെ ബോഡി എത്തുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനത്തിന് നമ്മൾ ടെക്നിക്കലി പറയുന്ന പേര് ഹോമിയോസ്റ്റാസിസ് എന്നാണ് പറയുക. അപ്പോൾ ഈ ഹോമിയോസ്റ്റാസിസിലേക്ക് നമ്മളുടെ ബോഡി എപ്പോഴും അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അഥവാ ബാലൻസ്, ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ബാലൻസ് എന്നാണ് അർത്ഥം. അപ്പോൾ ആ ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ബാലൻസിലോട്ട് തിരിച്ചെത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ബ്രെയിനിൻ്റെ ഈ പറഞ്ഞ ഏരിയാസിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. അത്തരത്തിൽ വർക്ക് ചെയ്യുന്ന ചില ഏരിയാസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഹോമിയോസ്റ്റാസിസിന് വേണ്ടി തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞൊരു ബ്രെയിൻ സ്ട്രക്ചർ ഉണ്ട്. അത് വളരെ ക്രൂഷ്യലായിട്ടുള്ള വളരെ ചെറിയൊരു ഭാഗമാണ് നമ്മുടെ ബ്രെയിനിൽ, പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ആ ഭാഗമാണ് നമുക്ക് ഈ പറഞ്ഞ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അത് നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ടും ഭക്ഷണം കഴിക്കാൻ വേണ്ടി, ഹങ്കർ, തേഴ്സ്റ്റ്, സ്ലീപ്പ്, ടെമ്പറേച്ചർ, ഇത്തരത്തിലുള്ള ഏതൊരു കാര്യം എടുത്താലും ശരി നമ്മളെ ബോഡീനെ ഹോമിയോസ്റ്റാസിസിൽ കൊണ്ടുപോകുന്ന ആൾ ഹൈപ്പോതലാമസ് ആണ്. രണ്ടാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അപ്പോൾ ഈ പറഞ്ഞ ഹങ്കറായാലും തേഴ്സ്റ്റായാലും ഒക്കെ തന്നെ എന്താണ്, നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് നമ്മളൊരു പെർട്ടിക്കുലർ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോഴേ ഇത് ബാലൻസിലോട്ട് എത്തുള്ളൂ. സ്വാഭാവികമായിട്ടും മോട്ടിവേഷൻ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ ഈ ഹൈപ്പോതലാമസിൻ്റെ റോള് വളരെ വലുതാണ്. രണ്ടാമതൊരു ബ്രെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലിംബിക് സിസ്റ്റമാണ്. ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രെയിനിലെ കുറച്ച് ഏരിയാസിനെയൊക്കെ കൂടെ ഒരുമിച്ച് ചേർത്ത്, കുറച്ച് സ്ട്രക്ചേഴ്സിനെ ഒരുമിച്ച് ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ലിംബിക് സിസ്റ്റം. ആദ്യം ബ്രെയിനിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ഭയങ്കര അങ്ങനെ ഈ പറഞ്ഞ MRI പോലുള്ള നമ്മളുടെ ബ്രെയിൻ സ്കാൻ ചെയ്ത് പഠിക്കാനുള്ള തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഉണ്ടായിരുന്ന അറിവിൽ നമുക്ക് മനസ്സിലാകുന്നതും എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുമായിട്ടുള്ള ചില ബ്രെയിൻ ഏരിയാസ് ഉണ്ട്. അതിനൊക്കെ കൂടെ ചേർത്താണ് ഈ ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ തുടക്കകാലത്തെ പേര് പ്രിമിറ്റീവ് ബ്രെയിൻ എന്നായിരുന്നു. ആകെ ബ്രെയിനിൻ്റെ അകത്ത് അത്രയും സാധനങ്ങൾ മാത്രമേ നമ്മൾ അന്ന് കണ്ടെത്തിയിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ അധികം സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ലിംബിക് സിസ്റ്റം എന്നാണ് ഇതിന് പേര് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ള 3-4 ആൾക്കാരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള 4 ആൾക്കാരെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈപ്പോതലാമസ് ലിംബിക് സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മൾ പറയുന്ന ഒരു ഏരിയയാണ്. പിന്നെ തലാമസ്, അതിനോടൊപ്പം അമിഗ്ഡാല, ഹിപ്പോകാമ്പസ്. ഈ 4 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട് ലിംബിക് സിസ്റ്റത്തിൽ തന്നെ. അതല്ലാതെ വേറെയും ഏരിയാസ് ഉണ്ട് കേട്ടോ. കോർട്ടിക്കൽ റീജിയൻസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ചില ഗൈറസുകൾ, ഇപ്പോൾ സിംഗുലേറ്റ് ഗൈറസ്, പാരാ ഹിപ്പോകാമ്പൽ ഗൈറസ്, അങ്ങനെയുള്ള കുറേ ഓൾഫാക്ടറി ബൾബ്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള കുറച്ച് സാധനം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 സാധനങ്ങളാണ് നമ്മൾ പറയുക: തലാമസ്, ഹൈപ്പോതലാമസ്, അമിഗ്ഡാല, ഹിപ്പോകാമ്പസ്. ഈ 4 കാര്യങ്ങൾ. അപ്പോൾ ഇത് ഉൾപ്പെടുന്ന ലിംബിക് സിസ്റ്റവും മോട്ടിവേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്. അതായത് ഇപ്പം ഉദാഹരണത്തിന്, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് പേടി തോന്നി,
ആ പേടി തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ ബോഡി മോട്ടിവേറ്റഡ് ആകും. ആ പേടി മാറി നമ്മൾ നോർമൽ സ്റ്റേറ്റിലോട്ട് എത്തണം. നോർമൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ എത്തണം. പേടി വരുമ്പോൾ നമ്മൾ റിലാക്സ്ഡ് അല്ലല്ലോ. അപ്പോൾ ആ റിലാക്സ്ഡ് ആവാൻ വേണ്ടി നമ്മൾ ബോഡി മോട്ടിവേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഇമോഷനായിട്ട് വർക്ക് ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള സ്ട്രക്ചർ അമിഗ്ഡാലയാണ്. ഈ ലിംബിക് സിസ്റ്റത്തിൻ്റെ അകത്ത് തന്നെ ഉള്ള ഒരാളാണ് അമിഗ്ഡാല. അപ്പോൾ അമിഗ്ഡാല മോട്ടിവേറ്റഡ് ആകും. അമിഗ്ഡാല മോട്ടിവേറ്റ് ചെയ്തിട്ട് നമ്മളെ ഡ്രൈവ് ചെയ്യും ഈ പറഞ്ഞതുപോലെ തിരിച്ച് ഹോമിയോസ്റ്റാസിസിലേക്ക് എത്തിക്കാൻ. സോ അത്തരത്തിലുള്ള ബ്രെയിൻ റീജിയൻസ് ആണ് ലിംബിക് സിസ്റ്റത്തിൻ്റെ അകത്തുള്ളത്. പിന്നെ മറ്റൊരു ഏരിയയും കൂടെ മോട്ടിവേഷനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പേര് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നാണ്. പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഇരിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഏകദേശം നമ്മൾ നെറ്റിയിൽ അവിടെ ആയിട്ടാണ് പൊതുവേ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞ സ്ഥലം ഉള്ളത്. അതെന്തിനാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫ്രണ്ടിലുള്ള സ്ഥലം, അതായത് നെറ്റി, അതിന് നമ്മൾ ഫ്രോണ്ടൽ ലോബ് എന്നൊക്കെ പറയാറുണ്ട്. അത്രയും ടെക്നിക്കാലിറ്റീസിലോട്ട് നമ്മൾ പോകേണ്ട കാര്യമില്ല. നെറ്റിയിൽ ആ ഭാഗം എന്നാണെന്ന് മനസ്സിലാക്കുക. ആ ഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസിഷൻസ് എടുക്കുക, അതുപോലെ തന്നെ ഇമ്പൾസ് കൺട്രോൾ ഉണ്ടാവുക, പ്ലാനിങ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഭാഗത്തുള്ള സ്ട്രക്ചേഴ്സാണ്. ഓക്കെ, അതിൽ പ്രധാനമായിട്ടുള്ളൊരു ഏരിയയാണ് ഈ പറഞ്ഞ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. നമ്മൾ ഹയർ ഓർഡർ ഫങ്ഷൻസ് എല്ലാം ചെയ്യുന്ന ഈ ഒരു ഏരിയ ആണെന്നാണ് പറയുന്നത്. അതായത് പ്ലാനിങ് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ ഡിസിഷൻസ് എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലം ഈ പറഞ്ഞ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. ഓക്കെ, അപ്പോൾ അവരും ഈ പറഞ്ഞതുപോലെ മോട്ടിവേഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പം വിശപ്പ് ഉണ്ടാവുന്നുണ്ട്, അപ്പോൾ വിശപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക. അത് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രീ ഫ്രോണ്ടലും വരണം. ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ളൊരു എക്സാമ്പിളിൽ നിന്നത് പറഞ്ഞു പോവുകയാണ്. ശരിക്കും ഈ രീതിയിലാണ് നമ്മളത് പറയാം. ഇപ്പോൾ കുറച്ചും കൂടെ ഇപ്പം എനിക്കിപ്പോൾ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇന്ന കാര്യങ്ങളൊക്കെ അഡ്വാൻറ്റേജ് എനിക്കുണ്ട്, പക്ഷേ ഇന്ന ഡിസഡ്വാൻറ്റേജ് എനിക്കുണ്ട് എന്ന് ഞാൻ അറിയാണ്. എന്നിട്ട് ഞാൻ അതിലൊരു ഡിസിഷൻ എടുക്കുകയാണ്, ഞാൻ ഈ ജോലിക്ക് പോകണമോ വേണ്ടയോ, എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് ഡിസിഷൻ ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. ഇതാണ് പ്രധാനമായിട്ടുള്ള ബ്രെയിൻ ഏരിയാസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതല്ലാതെ വേറെ കുറച്ച് ഹോർമോൺസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഒക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡോപ്പമൈൻ എന്നുള്ളത്. നമ്മൾ അഡിക്ഷൻ ടെൻഡൻസീസ് ഒക്കെ ഉണ്ടാവാനായിട്ട് പാത്രമാകുന്ന ഒരു ഹോർമോൺ കൂടിയാണ് ഡോപ്പമൈൻ ഹോർമോൺ മാത്രമല്ല, ചില സന്ദർഭങ്ങളിൽ ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമൊന്നുമില്ല, ഉദ്ദേശിക്കുന്ന ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മളെ ബോഡിയിൽ, നമ്മളെ ലോകത്തുനിന്ന് അല്ലെങ്കിൽ നമ്മളെ സെൻസറി വേൾഡിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ വരുമ്പോൾ അത് ബോഡിയിലോട്ട് ക്യാരി ചെയ്ത് എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുന്ന ആൾ, അതിനാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡോപ്പമൈൻ എന്ന് പറയുന്ന ആൾ നമ്മളെ ഫീൽ ഗുഡ് ഹോർമോണാണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. അതായത് ഇപ്പം എന്താ പറയുക, ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം അല്ലെങ്കിൽ നമുക്ക് റിവാർഡ് കിട്ടും പോലത്തെ ഒരു കാര്യം ചെയ്യുകയാണ് എങ്കിൽ വീണ്ടും ഇപ്പോൾ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് കുറച്ച് സന്തോഷം കിട്ടുന്നുണ്ട്, നമുക്ക് റിവാർഡ് കിട്ടുന്നുണ്ട് എങ്കിൽ വീണ്ടും ഗെയിം കളിക്കാൻ തോന്നുക, നമുക്ക് ഫീൽ ഗുഡ് ചെയ്യുക, നമുക്ക് സന്തോഷം തോന്നുക, അങ്ങനത്തെ സാധനമാണ് ഈ, അല്ലെങ്കിൽ സന്തോഷം ഇൻ ദ സെൻസ് പ്ലഷർ തോന്നുക. ആ പ്ലഷർ തോന്നുന്ന ഹോർമോണാണ് ഈ ഡോപ്പമൈൻ എന്ന് പറയുന്നത്. പക്ഷേ ഡോപ്പമൈൻ കൂടിക്കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അഡിക്ഷൻ വരാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രഗ് ഞാൻ യൂസ് ചെയ്തു, ആ ഡ്രഗ് എനിക്കൊരു പ്ലഷർ തരുന്നുണ്ട്, വീണ്ടും ആ ഡ്രഗ് യൂസ് ചെയ്യാൻ എന്നെ അത് പ്രേരിപ്പിക്കുകയും ചെയ്യും. അതെല്ലാം ഈ പറഞ്ഞ ഡോപ്പമൈൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് നമുക്ക് തോന്നുന്നതാണ് ഒക്കെ. അതാണ് ഡോപ്പമൈൻ ഉദ്ദേശിക്കുന്നത്. പിന്നുള്ളത് സെറട്ടോണിൻ എന്ന് പറഞ്ഞൊരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. സെറട്ടോണിൻ ഈ പറഞ്ഞതുപോലെ നല്ലൊരു ഫീലിംഗ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ സെറട്ടോണിൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രസീവ് ടെൻഡൻസീസ് ഉണ്ടാവുകയും ചെയ്യും, അല്ലെങ്കിൽ വിഷമം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. സോ സെറട്ടോണിൻ മൂഡ് റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നമ്മളെ മൂഡ് നല്ല രീതിയിൽ നോർമലായിട്ട് റിലാക്സ്ഡ് ആയിട്ട് പോകാനായിട്ട് സെറട്ടോണിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സെറട്ടോണിൻ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. നമ്മളെ ബോഡി നല്ല രീതിയിൽ, ഡോപ്പമൈനും പ്ലഷർ തരുന്നതാണ്, പക്ഷെ അത് പ്ലഷറാണ്. സെറട്ടോണിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മളെ കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. സോ സെറട്ടോണിനാണ് ആക്ച്വലി പറഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. അത് ലോ ലെവലായ അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ ബോഡി അത് ഹൈ ആക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സോ അത്തരത്തിലുള്ള സെറട്ടോണിനും മോട്ടിവേഷനായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. പിന്നുള്ളത് അഡ്രിനാലിൻ, പിന്നെ കോർട്ടിസോൾ. ഈ രണ്ട് കാര്യങ്ങളാണ്. അത് രണ്ടും നമ്മളെപ്പോഴും ഒരുമിച്ചാണ് പറയുക, അഡ്രിനാലിനും കോർട്ടിസോളും. രണ്ടും സ്ട്രെസ് ഹോർമോൺസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മളെ ബോഡിയിൽ എന്തെങ്കിലും തരത്തിൽ
തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പം, സ്ട്രെസ്സായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഈ 2 കാര്യങ്ങൾ ഓണാവും. ഈ പറഞ്ഞ അഡ്രിനാലും കോർട്ടിസോളും ഉണ്ടാവും. ഇത് രണ്ടും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് ലോ ആക്കാൻ വേണ്ടി നമ്മളെ ബോഡി ശ്രമിക്കും, നമ്മൾ മോട്ടിവേറ്റഡ് ആകും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇത്രയും ഹോർമോൺസ് അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്ററും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ട് ഇത്രയും അറിയാനായിട്ടുള്ളൂ. ഡോപ്പമൈൻ, സെറട്ടോണിൻ, അഡ്രിനാലിൻ, കോർട്ടിസോൾ, ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ബോഡി എപ്പോഴും ഹോമിയോസ്റ്റാസിസിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റും, നമ്മളെ ബോഡിയിൽ ഏതൊക്കെ ഏരിയാസ് ഓണാക്കാൻ പറ്റുമോ അതെല്ലാം ഓണാക്കിയിട്ട് നമ്മൾ തിരിച്ച് അവിടേക്ക് എത്തുകയാണ് ചെയ്യുക. ഇനി മോട്ടിവേഷൻ പഠിക്കാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതിൽ കുറേ മാർഗ്ഗങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത്, പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് സെൽഫ് റിപ്പോർട്ട് ക്വസ്റ്റ്യനെയറുകൾ ചോദിക്കാറുണ്ട്, ബിഹേവിയറൽ ഒബ്സർവേഷൻ നമ്മൾ ചോദിക്കാറുണ്ട്, എടുക്കാറുണ്ട്. പിന്നെ അതല്ലാതെ ഫിസിയോളജിക്കലി നമ്മൾ മെഷർ ചെയ്യാറുണ്ട് ചില സാധനങ്ങൾ. പിന്നെ ഗോൾ സെറ്റിംഗ് എങ്ങനെയാണ് നടക്കുന്നത്, അതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലും ഒക്കെ നമ്മൾ മോട്ടിവേഷൻ മെഷർ ചെയ്യാറുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഏറ്റവും ജനറലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ ആദ്യത്തെ യൂണിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ പക്ഷേ ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മോട്ടിവേഷൻ്റെ തിയറീസാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിക്കുക. കാരണം അതിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവാണ്ടിരിക്കില്ല. അത് ഏത് ഭാഗത്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഏത് സെക്ഷനിലാണ് ചോദിക്കുന്നത് പറയാൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ ഏതെങ്കിലും ഒരു തിയറി എന്തായാലും ഉണ്ടാവും. നിങ്ങൾ ആ ചാപ്റ്റർ എടുത്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഒരുപാട് തിയറീസ് അതിൻ്റെ അകത്ത്. ക്ലാസിഫിക്കേഷൻ ഓഫ് തിയറി ആൻഡ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തിയറീസ് അതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ടാവും. ജനറലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ആസ്പെക്റ്റിലാണ് ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ബേസിസിലാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതായത് ഇപ്പം ഉദാഹരണത്തിന് ആദ്യത്തെ തിയറി എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ തിയറീസാണ്. അതായത് ബയോളജിക്കൽ ബേസിസിന് ഇന്നേറ്റായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നമ്മൾ മോട്ടിവേറ്റഡ് ആകുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ബയോളജിക്കൽ തിയറീസ് എന്ന് പറഞ്ഞാൽ. അതിൽ തന്നെ എഗെയിൻ ക്ലാസിഫിക്കേഷനൊക്കെ ഉണ്ട്. അതിൽ 2 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്, ഇൻസ്റ്റിങ് തിയറിയും ഡ്രൈവ് റിഡക്ഷൻ തിയറിയാണ് വരുന്നത്. അതിൽ ഇൻസ്റ്റിങ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് പറയണ പോലെ തന്നെ ഇന്നേറ്റായിട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് ബയോളജിക്കലായിട്ടുള്ള രീതിയിൽ ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ പുറത്താണ് നമ്മുടെ ബിഹേവിയർ ഉണ്ടാവുക, നമ്മളെ മോട്ടിവേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇപ്പം ഈ പറഞ്ഞതുപോലെ വിശപ്പ് തന്നെ എടുക്കാം. നമുക്ക് വിശക്കുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, അത് ഇൻറ്റേർണലി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ഫുഡ് സെർച്ച് ചെയ്യുക, ഫുഡ് കഴിക്കുക, ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഡേഞ്ചർ വരുമ്പോഴേക്കും ആ അപകടത്തിൽ നിന്ന് മാറാനായിട്ട് നമ്മൾ ഉള്ളിൽ നിന്നേ മോട്ടിവേറ്റഡ് ആകുകയാണ്. അത്തരം കാര്യങ്ങളാണ് ഇൻസ്റ്റിങ് തിയറിയിൽ പറയണത്. പക്ഷേ നേരെ തിരിച്ച് ഡ്രൈവ് റിഡക്ഷൻ തിയറിയിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഒരു അൺകംഫോർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത, നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സാധനം വന്നാൽ അതൊന്ന് മാറാൻ വേണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നു. അതിനെയാണ് ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്ന് പറയുന്നത്. ആ ഡ്രൈവിൽ അത് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞ അൺകംഫോർട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ആ ഫീലിങ്സ് ഇല്ലാണ്ടാകുന്നു. അതാണ് ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ശ്വാസം പിടിച്ച് വെക്കാമെന്ന് വിചാരിക്കാം. ഒരുപാട് നേരം ശ്വാസം പിടിച്ച് വെക്കാമെന്ന് വിചാരിക്കാം. അങ്ങനെ കുറേ നേരം ഇരിക്കുമ്പോഴേക്കും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നൂലേ? ബുദ്ധിമുട്ട് തോന്നുമ്പോഴേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി നമ്മളെ ബോഡി പ്രതികരിക്കും. അതാണ് ഈ പറഞ്ഞ ഡ്രൈവ് റിഡക്ഷൻ തിയറി. അത്രയേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സാധനം ഉണ്ടാകുമ്പോൾ ആ സാധനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈവ് ഉണ്ടാവും. ആ ഡ്രൈവിലൂടെ നമ്മൾ ഈ പറഞ്ഞ ആ അൺകംഫർട്ടബിൾ ഫീലിങ്സിന് റെഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ റിഡക്ഷൻ ചെയ്യും. അതിനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്ന് പറഞ്ഞിട്ട്. ഡ്രൈവ് റിഡക്ഷൻ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ക്ലാർക്ക് ഹള്ളെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇൻസ്റ്റിങ് തിയറീസിൽ കൃത്യമായിട്ട് ഇന്ന ആളാണ് പറഞ്ഞത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് പേരുടെ തിയറീസിൽ ഈ ഇൻസ്റ്റിങ്ച്വൽ സാധനത്തിന് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഡാർവിൻ പറയുന്നുണ്ട് നമ്മൾ ഇന്നേറ്റ്ലി ഈ പറഞ്ഞതുപോലെ മോട്ടിവേറ്റഡ് ആകുന്നുണ്ട് നമ്മുടെ സർവൈവ് ചെയ്യാൻ വേണ്ടി, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അതാണ് ഡാർവിൻ്റെ തിയറി. അപ്പോൾ അങ്ങനെ ഫിറ്റ് ആകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റേർണലി മോട്ടിവേറ്റഡ് ആകുന്നുണ്ട് എന്നാണ് ചാൾസ് ഡാർവിൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നുണ്ട് ഇന്നേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ എല്ലാവിധ കാര്യങ്ങളും നടക്കുന്നത്, നമ്മളെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് പോലും ഇന്നേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് എന്നാണ് ഫ്രോയിഡ് പറയണത്. അതുപോലെ തന്നെ വില്യം ജെയിംസ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിൻ്റെ അകത്തുണ്ട്. സോ അതുകൊണ്ട് കൃത്യമായിട്ട് ഇന്ന ആൾ കാരണമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇൻസ്റ്റിങ് തിയറി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് കണ്ടിട്ടുണ്ട്.
അപ്പോൾ അതാണ് പ്രധാനമായിട്ടുള്ളത്. ഇൻസ്റ്റിങ് തിയറി എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണലി മോട്ടിവേറ്റ് ചെയ്യും നമ്മളൊരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡ്രൈവ് റിഡക്ഷൻ തിയറി പറയുന്നത് എന്താ വെച്ചാൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാകുമ്പം അല്ലെങ്കിൽ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ നീഡ്സ് ഉണ്ടാകുമ്പം ഇൻറ്റേർണൽ ടെൻഷൻ ഉണ്ടാവും. ആ ഇൻറ്റേർണൽ ടെൻഷൻ കാരണം നമ്മുടെ ബിഹേവിയർ ഡ്രൈവ് ചെയ്തിട്ട് ആ ഇൻറ്റേർണൽ ഡിസാറ്റിസ്ഫാക്ഷന് റെഡ്യൂസ് ചെയ്യാനുള്ള ബിഹേവിയറിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അതാണ് ഡ്രൈവ് റിഡക്ഷൻ തിയറി പറയുന്നത്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഡ്രൈവ് റിഡക്ഷൻ തിയറിയിൽ കമ്പോണൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെയാണ്. നീഡ് ഉണ്ടാകണം. ആ നീഡെന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ളൊരു ഇംബാലൻസ് അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സാധനമായിരിക്കും. അത് വരുമ്പം ഡ്രൈവ് ഉണ്ടാവും. ആ ഡ്രൈവാണ് നമ്മൾ ഈ പറഞ്ഞ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നമ്മുടെ ബിഹേവിയറിലോട്ട് എത്തിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഡ്രൈവാണ്. ആ ഡ്രൈവിൻ്റെ പുറത്ത് നമ്മളൊരു പെർട്ടിക്കുലർ ബിഹേവിയറിലോട്ട് എൻഗേജ് ചെയ്യും. നേരത്തെ പറഞ്ഞ് ഇംബാലൻസ് കുറയ്ക്കാൻ വേണ്ടി. ആ ഇംബാലൻസ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മളെ ബോഡി ഹോമിയോസ്റ്റാസിസിലോട്ട് പോകും. ഇത്രയാണ് അതിൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ. 4 കമ്പോണൻറ്റാണ്: നീഡ്, ഡ്രൈവിൽ നിന്ന് ബിഹേവിയറിൽ നിന്ന് ഹോമിയോസ്റ്റാസിസ്. ഇത്രയും കമ്പോണൻസ് ആണ് റിഡക്ഷൻ തിയറിക്കുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഈ ഡ്രൈവ്സിനെ സംബന്ധിച്ച് വീണ്ടും ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. ഡ്രൈവ്സ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ഡ്രൈവും ആകാം, സെക്കൻഡറി ഡ്രൈവും ആകാം. പ്രൈമറി ഡ്രൈവാണ് നമ്മൾ ബയോളജിക്കലായിട്ടുള്ള ഇന്നേറ്റ് ആയിട്ടുള്ള ഡ്രൈവ് എന്ന് പറഞ്ഞാൽ വെള്ളം, ഭക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ പ്രൈമറി ഡ്രൈവാണ്. സെക്കൻഡറി ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ സൊസൈറ്റിയിൽ വന്നിട്ട് ഇപ്പം നമുക്ക് എന്തിനാ പൈസ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ വീട് വേണം, കാറ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങണം എന്നൊക്കെ ഉള്ള സാധനത്തിനാണ് നമ്മൾ പൈസ എന്നെങ്കിൽ അത് സെക്കൻഡറി മോട്ടീവാണ്. നമ്മുടെ ആക്ച്വൽ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഈ മണി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സാധനം, അതാണ് നമുക്ക് ശരിക്കും വേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ സെക്കൻഡറി ഡ്രൈവ് എന്നാണ് പറയുന്നത്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം കൊണ്ട് എൻ്റെ പ്രൈമറി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെൽറ്ററാണ്, ഇപ്പോൾ വീട് വാങ്ങണമെന്നുണ്ടെങ്കിൽ പൈസ വേണം, അതുകൊണ്ട് എനിക്ക് പൈസ വേണം എന്ന് നമ്മൾ പറയണമെങ്കിൽ അത് സെക്കൻഡറി ഡ്രൈവ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുക. ഇതാണ് ഡ്രൈവ് റിഡക്ഷൻ തിയറി. ഈ തിയറീസിനെല്ലാം തന്നെ സ്ട്രെങ്ത് ആൻഡ് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ വളരെ നല്ലതായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അത് വായിക്കുക. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റിങ് തിയറി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ബേസിസ് എന്നാണ് പറയുന്നത്. യൂണിവേഴ്സൽ ആവും. അപ്പം അതായത് എല്ലാവർക്കും ഒരുപോലെ എന്നുള്ള രീതിയിൽ ബയോളജിക്കൽ ബേസിസ് എന്ന് തന്നെ പറയുന്നത് കൊണ്ട് തന്നെ ജെനറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ബയോളജിക്കലി മാത്രമല്ലല്ലോ മോട്ടിവേറ്റ് ചെയ്യണേ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യില്ലേ. അപ്പം അത് സിമ്പിളായി പോവും. സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്ന രീതിയിലാണ് ഇൻസ്റ്റിങ് തിയറി വരുന്നത്. അതാണ് അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി, ഒരു ഡീമെറിറ്റായിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് അത് ഭയങ്കര ഇൻഫ്ലുവൻഷ്യലാണ് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം. പക്ഷേ അതിനെക്കുറിച്ച് ഒന്നും തന്നെ ഈ ഇൻസ്റ്റിങ് തിയറിയിൽ പറയുന്നില്ല. അതാണ് മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ഡ്രൈവ് റിഡക്ഷൻ തിയറിയുടെ സ്ട്രെങ്ത് ലിമിറ്റേഷനും പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്ട്രെങ്ത് ഓഫ് കോഴ്സ് അത് ബയോളജിക്കൽ തിയറി ആയതുകൊണ്ട് തന്നെ ബയോളജിക്കൽ ഡ്രൈവ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊരു സ്ട്രെങ്ത് തന്നെയാണ് അതിൻ്റെ. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ മറ്റ് കുറേ തിയറീസ് ഉണ്ടാക്കാനായിട്ട് ആക്ച്വലി പറഞ്ഞാൽ ഹള്ളിൻ്റെ ഈ തിയറി യൂസ് ചെയ്തിട്ടുണ്ട്. സോ അത് ഇതിൻ്റെ മറ്റൊരു സ്ട്രെങ്താണ്. പക്ഷേ ലിമിറ്റേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവ് ഇൻഡിപെൻഡൻറ്റ് ബിഹേവിയർ എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് എല്ലാ ബിഹേവിയറും ഡ്രൈവിലൂടെ തന്നെ പോകണം എന്ന് നിർബന്ധമില്ല. ഈ പറഞ്ഞ റിഡക്ഷൻ ഓഫ് ഡ്രൈവ്സ് തന്നെ ആകണം എന്ന് നിർബന്ധമില്ല. ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ ചെയ്യണ കുറേ കാര്യങ്ങളില്ലേ, അതായത് ഇപ്പം മറ്റേ പാരാഗ്ലൈഡിങ്ങിന് പോവുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ആ സാധനം ചെയ്യാനായിട്ട് നമ്മൾ ഡ്രൈവൊന്നുമില്ല, നമുക്ക് അങ്ങനെ ഒരു നീഡും ഇല്ല. ഇപ്പോൾ പാരാഗ്ലൈഡിങ്ങിന് പോകണം അല്ലെങ്കിൽ സ്കൂബ ഡൈവിങ്ങിന് പോകണം എന്നുള്ളത് നമ്മളൊരു നീഡല്ല, പക്ഷെ നമ്മളത് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ് ഈ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്? അത് ഈ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോൾ ഈ തിയറിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബയോളജിക്കൽ ബേസിസ് എന്നുള്ള തിയറീസിൽ നമുക്ക് വരുന്ന പ്രധാനമായിട്ടുള്ള 2 തിയറീസ്, ഇൻസ്റ്റിങ് തിയറിയും ഡ്രൈവ് റിഡക്ഷൻ തിയറിയും ആണ്. ഇതല്ലാതെ രണ്ടാമത്തെ കാറ്റഗറി ആയിട്ട് കണ്ടൻറ് തിയറീസ് പറയുന്നുണ്ട്. അതായത് ആ തിയറിക്കകത്ത് എന്ത് കണ്ടൻറ്റാണുള്ളത്, അല്ലെങ്കിൽ നമ്മൾ മോട്ടിവേഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കണ്ടൻറ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടും തിയറീസ് പറയുന്നുണ്ട്. അതിൽ 3 ക്ലാസിഫിക്കേഷനാണുള്ളത്. മാസ്ലോവിൻ്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ്, അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മോട്ടിവേഷൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പറയുന്ന തിയറി മാസ്ലോവിൻ്റെ തിയറിയാണ്. പിന്നെ ഉള്ളത് മെക്കലൻഡിൻ്റെ തിയറി ഓഫ് നീഡ്സ്, അത് നമുക്ക് പ്രധാനമായിട്ട് ഇന്ന നീഡുകളാണുള്ളത് എന്ന് പറയുന്ന ഒരു തിയറി മെക്കലൻഡിൻ്റെ. പിന്നെ ഉള്ളത് ആൽഡർഫേഴ്സിൻ്റെ
ERG തിയറി. ERG തിയറി പൊതുവേ ഈ കോമ്പറ്റിറ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കുന്ന ഒരു തിയറിയും കൂടെയാണ് ERG തിയറി എന്ന് പറഞ്ഞാൽ. ഈ 3 തിയറീസാണ് പ്രധാനമായിട്ടും കണ്ടൻറ് ബേസ്ഡ് തിയറീസായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പഠിക്കുന്നത്. അതിലാദ്യത്തെ മാസ്ലോവിൻ്റെ തിയറി. മാസ്ലോ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറഞ്ഞ നീഡുകളെല്ലാം അല്ലെങ്കിൽ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എല്ലാം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റേജ് ലൈക്ക് പ്രോസസ്സാണ്. സ്റ്റേജും അല്ല, ഒരു ഹയറാർക്കി പ്രോസസ്സ് എന്നാണ് പറയുക. അതിൻ്റെ ഏറ്റവും താഴത്തെ ലെവലിലുള്ളത് ഫിസിയോളജിക്കൽ നീഡ്സാണ്. ഒരാളുടെ ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമായിരിക്കും അയാൾ അടുത്തൊരു ലെവലിനെ കുറിച്ച് ചിന്തിക്കുക തന്നെ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ നല്ല വിശന്നിരിക്കുകയാണ്, ഉറക്കൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ നമ്മൾ വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കില്ല. നമുക്ക് വേറൊരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിക്കുക, പെട്ടെന്ന് വെള്ളം കിട്ടുക, ഉറങ്ങുക എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുക. സോ ആദ്യം നമ്മൾ ഏറ്റവും ബേസ് സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. അത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ തൊട്ടടുത്ത മുകളിലത്തെ കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കുക. ആൻഡ് മുകളിലത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കിട്ടുക എന്നുള്ളതാണ്. ഭക്ഷണവും വെള്ളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഷെൽട്ടർ വേണം, ഒരു വീട് വേണം എന്നൊക്കെ തോന്നാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹെൽത്ത് വേണം എന്നൊക്കെ തോന്നാം, ആരോഗ്യം വേണം എന്നൊക്കെ തോന്നാം. അത്തരത്തിലുള്ള സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അതാണ് തൊട്ടടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ സ്റ്റേജ് നമുക്ക് പാസ് ചെയ്ത് നമുക്കൊരു ചെറിയ വീടുണ്ട്, അത്യാവശ്യം ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ തൊട്ടടുത്ത് ഇതിലോട്ട് പോവും. അതെന്ന് പറഞ്ഞാൽ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് ആണ്. നമുക്ക് ബന്ധങ്ങളുണ്ടാവണം, നല്ല ബന്ധങ്ങളുണ്ടാവുക, അത് ഫാമിലി, ഫ്രണ്ട്സ് എന്നുള്ള അങ്ങനത്തെ ബിലോങ്ങിങ്നെസ് നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. ആ സ്റ്റേജ് നമ്മൾ പാസ് ചെയ്തു, നമുക്ക് നല്ല ബന്ധങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ലെവലിലോട്ട് പോകും. അതെന്ന് പറഞ്ഞാൽ എസ്റ്റീം ആൻഡ് സെൽഫ് എസ്റ്റീമാണ്. നമുക്ക് സ്വന്തമായിട്ട് നമ്മളോടുള്ളൊരു വില ഉണ്ടാകണം, ഒരു വർത്ത് ഉണ്ടാകണം. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നമുക്കൊരു വർത്ത് ഉണ്ടാവണം, ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാവണം, കോൺഫിഡൻസ് ഉണ്ടാകണം, ബാക്കിയുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണം, നമ്മൾ ബാക്കിയുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം വരണ സ്ഥലമാണ് ഈ എസ്റ്റീം ആൻഡ് സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ. അതിൻ്റെ മുകളിലാണ് ഏറ്റവും ഹയ്യസ്റ്റ് ലെവലെന്ന് മാസ്ലോ പറഞ്ഞിട്ടുള്ള സെൽഫ് ആക്ച്വലൈസേഷൻ ലെവൽ. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. അതായത് എൻ്റെ പരമോന്നതിയിലേക്ക് എനിക്ക് എത്താൻ പറ്റുക. അത് എൻ്റെ ക്രിയേറ്റിവിറ്റി ആകാം, എൻ്റെ മൊറാലിറ്റി സൈഡായിരിക്കാം. മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ള മനസ്സിലാക്കലിനെയാണ് നമ്മൾ മൊറാലിറ്റി എന്ന് പറയുന്നത്. എൻ്റെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ആയിക്കോട്ടെ, ഏതൊരു കാര്യം ആയിക്കോട്ടെ, എൻ്റെ മാക്സിമം പൊട്ടൻഷ്യലിലോട്ട് എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റുക, അതിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇത്തരം 5 സ്റ്റേജിലൂടെ, 5 സ്റ്റേജ് എന്നുള്ളൊരു ഹയറാർക്കിയിലൂടെയാണ് നമ്മുടെ നീഡ് സാറ്റിസ്ഫാക്ഷൻ നടക്കുന്നത്. ആദ്യം ഫിസിയോളജിക്കൽ നീഡ്സ് പാസ്സാവണം. അത് പാസ്സായാലും നമ്മൾ സേഫ്റ്റിയെക്കുറിച്ച് ചിന്തിക്കുള്ളൂ. ആ സേഫ്റ്റി നീഡ്സ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അടുത്ത ലവ് ആൻഡ് ബിലോങ്ങിങ്സിനെ കുറിച്ച് ആലോചിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമ്മൾ എസ്റ്റീം നീഡ്സിനെ കുറിച്ച് ആലോചിക്കുക. അതിനും ശേഷം മാത്രമായിരിക്കും നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ളൊരു നീഡിലേക്ക് പോവുക. ഇങ്ങനെയാണ് നമ്മുടെ മാസ്ലോവിൻ്റെ ഹയറാർക്കി ഓഫ് നീഡ്സ് എന്നുള്ളൊരു തിയറി പറയുന്നത്. അത് വിശദമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്, വായിക്കുക. വായിച്ചിട്ട് ഈ പറഞ്ഞ ഇത് ബേസിക്കലി ഉള്ള കാര്യമാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. പിന്നെ അതിനും ഈ പറഞ്ഞ സ്ട്രെങ്തും ലിമിറ്റേഷൻസും ഒക്കെ പറയുന്നുണ്ട്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷൻ്റെ ഒരു ഹോളിസ്റ്റിക് വ്യൂ തരാൻ, ഒരു മൊത്തമായിട്ടുള്ളൊരു വ്യൂ കിട്ടാൻ ആക്ച്വലി ഈ തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഫിസിയോളജിക്കൽ നീഡ്സ് ഉണ്ട് നമുക്ക്, അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ സോഷ്യൽ നീഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഗ്രോത്ത് നീഡ്സ് ഉണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു ആകെത്തുകയായിട്ടുള്ളൊരു മോട്ടിവേഷൻ തിയറി ആയിട്ട് നമുക്ക് ഈ ഒരു തിയറി കണക്കാക്കാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ ഒരു തിയറിക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ പറയാറുണ്ട്. അതായത് ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ സ്കൂൾ തലത്തിൽ നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമല്ലോ, സ്കൂളിൽ നിന്ന് തന്നെ ഭക്ഷണം കൊടുക്കുന്ന സംവിധാനം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ ഭക്ഷണം കിട്ടാത്ത കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അപ്പോൾ അവരുടെ ആ ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ആയി, അപ്പോൾ തൊട്ടടുത്ത ലെവലിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റും. ആ ഒരു കോൺസെപ്റ്റിലൊക്കെയാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഹ്യൂമൻ ആപ്ലിക്കേഷനുള്ളൊരു ഹ്യൂമനൈസ്ഡ് ആയിട്ടുള്ളൊരു തിയറി കൂടിയാണ് ഈ ഒരു തിയറി എന്ന് പറഞ്ഞാൽ. മാസ്ലോ ആണ് ഹ്യൂമനിസ്റ്റിക് സ്കൂൾ ഓഫ് സൈക്കോളജിയുടെ ഫാദറായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആൾ. അതിൻ്റെ കാരണം ഈ പറഞ്ഞ ഹ്യൂമെയിൻ ആയിട്ടുള്ളൊരു തിയറി പുള്ളി കൊണ്ടുവന്നു എന്നുള്ളതാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ തിയറിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം, ഇത് കണ്ടുപിടിച്ച് പ്രൂവ് ചെയ്യാനൊന്നും ആക്ച്വലി പറഞ്ഞാൽ പറ്റത്തില്ല. അതായത് ഒരാളുടെ ഫിസിയോളജിക്കൽ നീഡ്സ് കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് ലവ് ആൻഡ് ബിലോങ്ങിങ്സ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അയാൾക്ക് എസ്റ്റീം ലെവൽസ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് തിയററ്റിക്കലി ആണ് പറയണത്. എംപിറിക്കലി പ്രൂവ്, അതായത് റിസർച്ച് നടത്തി പ്രൂവ് ചെയ്യാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. റിസർച്ച് നടത്തി പ്രൂവ് ചെയ്യാൻ പറ്റാത്തതിന് റിസർച്ചിനാണ് നമ്മൾ ഈ എംപിറിക്കൽ
എവിഡൻസ് എന്ന് പറയുന്നത് റിസർച്ച് ബേസ്ഡ് ആണ്. അത് അങ്ങനെ ചെയ്യാനായിട്ട് മാസ്ലോൻ്റെ തിയറി പറഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതേ ഹയറാർക്കിയിൽ തന്നെ കാര്യങ്ങൾ നടക്കണം എന്ന നിർബന്ധവും ഇല്ല. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം, ഈ സെൽഫ് ആക്ച്വലൈസേഷൻ മാസ്ലോ പറഞ്ഞ് വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഈ പറഞ്ഞ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ള സ്റ്റേജിലേക്ക് എത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. ഇനീഷ്യലി മാസ്ലോ പറഞ്ഞ സെൽഫ് ആക്ച്വലൈസേഷൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ചില ആൾക്കാർ മാത്രമേ, ഇപ്പം മദർ തെരേസ, ഗാന്ധിജി, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ആ ലെവലിലൊക്കെ എത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് പറയണത്. പക്ഷേ അങ്ങനെ അല്ല. എല്ലാവർക്കും അവരുടെ ലൈഫിൽ കണ്ടൻറ് ഉണ്ടെങ്കിൽ, അവർ കണ്ടൻറ് ആണെന്നുണ്ടെങ്കിൽ, അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ സെൽഫ് ആക്ച്വലൈസ്ഡ് ആണ് എന്ന് നമ്മൾ പറയേണ്ടി വരും എന്നുള്ള രീതിയിലാണ് ഇപ്പം നമ്മൾ പറയണത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില ലിമിറ്റേഷൻസ് ആ തിയറിയെ സംബന്ധിച്ചുണ്ട്. പിന്നെ മെക്കലൻറ്റിൻ്റെ തിയറി ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ അകത്ത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ എന്താ പറയുക, ഫ്ലോ ചാർട്ടിൽ മാത്രമാണ് ഈ പറഞ്ഞ എല്ലാ തിയറീസും കൊടുത്തിട്ടുള്ളത്. അകത്തോട്ട് പോകുമ്പോൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ തിയറിയും അങ്ങനെ പറയുന്നില്ല. പക്ഷെ അതിൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അതിൽ ഞാൻ പറഞ്ഞ നീഡ് തിയറി ഉണ്ടല്ലോ, മെക്കലൻറ്റ് എന്ന് പറഞ്ഞ ഒരാളൊരു നീഡ് തിയറി പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പ്രധാനമായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന 3 നീഡുകളാണ്. ആ 3 നീഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നീഡ് ഫോർ പവർ. നമ്മൾ സൊസൈറ്റിയിൽ നമുക്കൊരു പവർ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നീഡ് ഫോർ അഫിലിയേഷൻ, ബന്ധങ്ങൾ ഉണ്ടാവണം, നല്ല ബന്ധങ്ങൾ ഉണ്ടാകണം. അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് എന്നുള്ള മാസ്ലോൻ്റെ കോൺസെപ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്കുള്ളൊരു നീഡാണ്. പിന്നെ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യണം എന്നുള്ളത് നമ്മളെ നീഡായിട്ടാണ് പറയുന്നത്. ഈ 3 നീഡുകളാണ് നമ്മളെ ബിഹേവിയറിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് മെക്കലൻറ്റിൻ്റെ തിയറിയിൽ പറയണത്. അതുപോലെ മറ്റൊരു തിയറി ERG തിയറിയാണ്. ERG തിയറി ആഡ്ലർ ഫെർ എന്ന് പറഞ്ഞൊരാളാണ് ഡെവലപ്പ് ചെയ്യണത്. ശരിക്കും പറഞ്ഞ മാസ്ലോൻ്റെ തിയറിയുടെ ഒരു സിംപ്ലിഫൈഡ് വേർഷനാണ് ERG തിയറി എന്ന് പറഞ്ഞാൽ. അതിൽ 3 കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ട് പറയണത്. ഒന്നെന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ്, അതാണ് R എന്ന് പറഞ്ഞാൽ റിലേറ്റഡ്നെസ്, 3 എന്ന് പറഞ്ഞാൽ G എന്ന് പറഞ്ഞാൽ ഗ്രോത്ത്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എക്സിസ്റ്റൻസ്, റിലേറ്റഡ്നെസ്, ഗ്രോത്ത്. എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഫിസിയോളജിക്കൽ നീഡ്സ്, മാസ്ലോ പറഞ്ഞ ആ ഫിസിയോളജിക്കൽ നീഡ്സ്, അല്ലെങ്കിൽ നമ്മൾ സർവൈവ് ചെയ്യണം. പക്ഷേ ആദ്യത്തെ 2 സ്റ്റേജിനെ ആൾ ക്ലബ് ചെയ്തിട്ടാണ് പറയണത്. മാസ്ലോൻ്റെ ആദ്യത്തെ 2 സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫിസിയോളജിക്കലും മറ്റത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. അത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ എക്സിസ്റ്റൻസിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ഉണ്ടാകണം എന്ന് പറയണം. പിന്നെ രണ്ടാമത്തെ റിലേറ്റഡ്നെസ്, അവിടെയാണ് ഈ പറഞ്ഞ അടുത്ത 2 സ്റ്റേജുകൾ, അതായത് ലവ് ആൻഡ് ബിലോങ്ങിങ്സും എസ്റ്റീം ആൻഡ് സെൽഫ് എസ്റ്റീം, ആ കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് റിലേറ്റഡ്നെസ് എന്നുള്ളത്. പിന്നെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യണ തരത്തിലുള്ള സെൽഫ് ഫുൾഫിൽമെൻറ്റ് തരത്തിലുള്ള സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ള മാസ്ലോൻ്റെ സാധനമാണ് ഗ്രോത്ത് നീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 3 നമ്മളെ മോട്ടിവേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മളെ ബിഹേവിയർ മോട്ടിവേറ്റ് ആകുന്നതൊക്കെ തന്നെ ഈ കാര്യങ്ങൾ കൊണ്ടാണ് എന്നുള്ളതാണ് ERG തിയറി പറയണത്. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ അകത്ത് എറൗസൽ തിയറി എന്ന് പറഞ്ഞുള്ള കാറ്റഗറിയാണ് കൊടുത്തിട്ടുള്ളത്. എറൗസൽ തിയറി ബേസിക്കലി പറയണത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ ബോഡി എപ്പോഴും ഒരു ഒപ്റ്റിമൽ ലെവലിൽ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എപ്പോഴും ഒരു ഹോമിയോസ്റ്റാസിസ് ആയിട്ടുള്ള ഒരു ഒപ്റ്റിമം ആയിട്ടുള്ള ലെവലിൽ പോകാനാണ് ഇരിക്കുന്നത്. അപ്പോൾ എറൗസൽ തിയറി പറയണത് എന്താ വെച്ചാൽ, അങ്ങനത്തെ ആ ഒപ്റ്റിമൽ ലെവലിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് അതിലോട്ട് എത്താനായിട്ട് ശ്രമിക്കും. അതാണ് നമ്മൾ ചെയ്യുക. അതിന് വേണ്ടി നമ്മുടെ ബോഡി എറൗസ്ഡ് ആകും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയല്ലേ മറ്റേ ഡ്രൈവ് റിഡക്ഷൻ തിയറിയിൽ പറഞ്ഞതെന്ന് തോന്നും. ഡ്രൈവ് റിഡക്ഷൻ തിയറിയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്ക് അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നീഡ്സ് വരുമ്പം നമ്മൾ അതിനെ കുറയ്ക്കാൻ ശ്രമിക്കും എന്നാണ് പറയണത്. എറൗസൽ തിയറി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ ആവശ്യാനുസരണം നമ്മുടെ എറൗസൽ ലെവൽ കൂട്ടാനും കുറയ്ക്കാനും പറ്റുക, ആൻഡ് അതുവഴി നമ്മൾ ഈ പറഞ്ഞ ഒപ്റ്റിമൽ ലെവലിലേക്ക് എത്തുക. അതാണ് എറൗസൽ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരാളുടെ എറൗസൽ വളരെ ലോ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആൾ ചിലപ്പം സ്റ്റിമുലേഷന് വേണ്ടിയിട്ട് ശ്രമിക്കും. അതായത് ചാലഞ്ചിങ് ആയിട്ടുള്ള ആക്ടിവിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ സ്കൂബ ഡൈവിങ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ എന്തായിരിക്കും മോട്ടിവേഷൻ എന്നുള്ളത് അതിൻ്റെ അകത്ത് ഇല്ലയെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ടാണ് ഇവർ പറയണത്. അതായത് നമ്മൾ തീരെ സ്റ്റിമുലേറ്റഡ് അല്ലാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ തോന്നും. അപ്പം നമ്മൾ ഒപ്റ്റിമൽ ലെവലിലോട്ട് വരും. ഈ രീതിയിലാണ് എറൗസൽ തിയറി പറയണത്. അതിനുവേണ്ടി നമ്മൾ എറൗസ്ഡ് ആവും ഈ ഒരു സ്റ്റിമുലേഷൻ ലോ ആണെങ്കിൽ. ഇനി സ്റ്റിമുലേഷൻ ഭയങ്കര ഹൈ ആണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ബോഡി ചെയ്യുക. അത് നമുക്ക് ഭയങ്കര ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലെത്തുമ്പോൾ നമ്മൾ തിരിച്ച് എറൗസിൽ കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. ആ രീതിയിലാണ് എറൗസൽ തിയറി പറയണത്.
അതിൽ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു തിയറി എന്ന് പറഞ്ഞാൽ എർക്സ് ഡോട്ട്സൺ ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തിയറി പറയുന്നുണ്ട്. അത് ഈ ഇൻവേർട്ടഡ് ബെൽ കർവ് എന്ന് പറഞ്ഞിട്ട് അതിനൊരു ഗ്രാഫ് ഉണ്ട്. അത് ടെക്സ്റ്റിൻ്റെ അകത്ത് ആ ഗ്രാഫ് ഉണ്ട്. അതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തീരെ അറൗസലില്ലെങ്കിൽ, നമ്മൾ ലോ അറൗസലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പെർഫോമൻസും കാണില്ല. പെർഫോമൻസ് ഭയങ്കര വീക്കായിരിക്കും. എറൗസൽ കൂടുന്നതനുസരിച്ച് നമ്മളെ പെർഫോമൻസ് നന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അതിന് എപ്പോഴും ഒരു പരിധിയുണ്ട്. ഒരു പരിധി കഴിഞ്ഞ് ഭയങ്കര എറൗസലാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി പറഞ്ഞാൽ പെർഫോമൻസ് ലോ ആവുമായിരിക്കും ചെയ്യാമെന്ന്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പരീക്ഷയാണ്. ഓക്കെ, എനിക്ക് ഒരു മോട്ടിവേഷൻ തോന്നില്ല, എനിക്ക് പഠിക്കാനേ തോന്നണില്ല, ഒരു എറൗസലും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പഠിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. എറൗസൽ വളരെ ലോ ആണ്. 0 ആണെങ്കിൽ പെർഫോമൻസ് 0 ആണ്. പക്ഷേ എനിക്ക് പഠിക്കണം, എനിക്ക് അത്യാവശ്യം നല്ല മാർക്കൊക്കെ മേടിക്കണം, പഠിച്ച് തുടങ്ങാനായിട്ട് സമയമായിട്ടുണ്ട്, ഒരു 3 ആഴ്ച ടൈമുണ്ട്, ഈ 3 ആഴ്ചയിൽ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിലൊക്കെ പഠിക്കാൻ പറ്റും എന്ന് തോന്നുകയാണെങ്കിലോ നമുക്ക് മോട്ടിവേഷനായി, അതനുസരിച്ച് നമ്മൾ എറൗസ്ഡായി, അതനുസരിച്ച് നമ്മൾ പെർഫോമൻസും കൂടും, നമ്മൾ നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കും. പക്ഷെ ഭയങ്കര സ്ട്രെസ്, പരീക്ഷയ്ക്ക് എനിക്ക് ഒരു വകയും ഓർമ്മ വരില്ല, എനിക്ക് ഭയങ്കര പാടായിരിക്കും എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഭയങ്കരമായ എറൗസലായി, അപ്പോൾ പെർഫോമൻസ് വീക്കാവും, നേരെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ മോട്ടിവേഷൻ വർക്ക് ചെയ്യണേ, നമ്മുടെ എറൗസൽ വർക്ക് ചെയ്യണേ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. എർക്സും ഡോട്ട്സൺ എന്ന് പറഞ്ഞ 2 ആൾക്കാരാണ്. എർക്സ് ഡോട്ട്സൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈ ഒരു തിയറി അതാണ് ഉദ്ദേശിക്കുന്നത്. എർക്സ് ഡോട്ട്സൺ തിയറി, എർക്സ് ഡോട്ട്സൺ ലോ എന്നൊക്കെ പറയാറുണ്ട്. ഇത്രയാണ് എർക്സ് ഡോട്ട്സൺ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ലേറ്റർ ഓൺ ഇതിൽ ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാസ്ക് കോംപ്ലക്സിറ്റിയാണ്. ഇപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് ആണെന്നിരിക്കെ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ എറൗസൽ കൂടണ സമയത്ത് പെർഫോമൻസ് ഇമ്പ്രൂവ് ആകും എന്നും സ്റ്റഡീസ് പറയുന്നുണ്ട്. അതായത് നമുക്ക് നല്ലോണം അറിയുന്ന ഒരു സാധനമാണ്. ആൾക്കാരൊക്കെ ഉണ്ട്, ഇപ്പം നമ്മളൊരു സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ നമുക്ക് നല്ലോണം അറിയുന്ന ഒരു ടാസ്ക് ആണെങ്കിൽ അത് ഇൻറ്റേൺ നമ്മളെ കൂടുതൽ ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യും, നമ്മുടെ എറൗസൽ കൂടുകയും ചെയ്യും എന്നാണ് പറയുക. ഇനി ഇച്ചിരി കോംപ്ലക്സ് ടാസ്ക് ആണെന്ന് വിചാരിക്കുക, അതായത് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സാധനമാണെന്നുണ്ടെങ്കിൽ പൊതുവേ ഈ പറഞ്ഞ എറൗസൽ ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ ടെൻഷൻ വരും, അപ്പം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. പകരം ഈ പറഞ്ഞതുപോലെ ലോ ലെവൽസ് ഓഫ് എറൗസൽ ആയിരിക്കും നല്ലത് എന്നുള്ള രീതിയിൽ കുറച്ച് സ്റ്റഡീസിൻ്റെ ബേസിസിൽ അങ്ങനെ കുറച്ച് ക്ലാസിഫിക്കേഷനൊക്കെ പറയുന്നുണ്ട് ടാസ്ക് കോംപ്ലക്സിറ്റിയിൽ. അത് മാത്രമല്ല വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ ഓരോ ആൾക്കാരും ഓരോ രീതിയിലായിരിക്കും ഈ അവരുടെ എറൗസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഓരോ ആൾക്കാർക്കും ഇൻഡിവിജ്വൽ ഡിഫറൻസ് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടെ അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എഗെയിൻ അതിലും സ്ട്രെങ്തും ലിമിറ്റേഷൻസും പറയുന്നുണ്ട്. ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ഒരു തിയറി കൊണ്ട് കഴിയും എന്നുള്ളത് ഇതിൻ്റെ ഒരു സ്ട്രെങ്താണ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസുകൾ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്, അതും ഒരു സ്ട്രെങ്താണ്. എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാസ്ലോവിൻ്റെ തിയറിയിൽ എല്ലാവരും ആ 5 സ്റ്റേജിൽ ഈ ഓർഡറിൽ തന്നെ പോകുമെന്നാണ് പറയണത്. പക്ഷേ ഇവിടെ കുറച്ചും കൂടെ ഫ്ലെക്സിബിളായിട്ടാണ് പറയണത്. ഓരോ ആൾക്കാർ ഓരോന്ന് പോലെയാണ്, അവരുടെ എറൗസൽ ഓരോ രീതിയിലാണ്, സോ അതനുസരിച്ചായിരിക്കും അവർ മോട്ടിവേറ്റഡ് ആകുക, പെർഫോം ചെയ്യുക എന്നുള്ള രീതിയിലാണ് പറയണേ. പക്ഷേ ലിമിറ്റേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ ഈ പറഞ്ഞ ഒപ്റ്റിമം എറൗസൽ എത്രയാണെന്ന് നമുക്ക് കൃത്യമായ കണക്ക് പറയാൻ പറ്റില്ല. അതായത് 1 to 100ൽ 50 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും, പക്ഷേ ഒരാളെ സംബന്ധിച്ച് അത് അങ്ങനെ തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. കൃത്യമായിട്ടുള്ളൊരു കണക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ലെന്നാണ് പറയണത് ഒപ്റ്റിമം ലെവൽ ഓഫ് എറൗസലിനെ. അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ബിഹേവിയർ വരുമ്പോഴേക്കും എല്ലായ്പ്പോഴും നമുക്ക് ഈ തിയറി അപ്ലൈ ചെയ്തുകൊണ്ട് പറയാൻ പറ്റില്ല എന്നും അതിൻ്റെ ലിമിറ്റേഷൻസിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത്രയും തിയറീസാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നിട്ടുള്ളത്. അതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഇൻസ്റ്റിങ് തിയറിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, തിയറീസ് ഓഫ് മോട്ടിവേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, മൊത്തത്തിൽ ചോദിച്ചിട്ടുണ്ട്. അതല്ലാതെ ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്ന് ചോദിച്ചിട്ടുണ്ട്, എറൗസൽ തിയറി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോരോ തിയറി ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തിയറീസ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പഠിക്കുക. മറ്റ് ഇനീഷ്യൽ സാധനങ്ങൾ യൂണിറ്റ് 1 തന്നെ ആദ്യത്തെ ഭാഗം അറിഞ്ഞിരിക്കുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത്രയാണ് ഇതിൻ്റെ പോർഷൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്.